स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए दृश्यम 3 मूवी के सीन 6 का रिएक्शन। और अब देखना होगा कि कैसे यहाँ पे बचते हैं, बिकॉज सहदेवन तो फुल ऑन अटैक मोड में आ चुका है और इनको पूरी तरीके से घेर रहा है। तो आप भी देखो, हम देखते हैं। लेट्स स्टार्ट। ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. എന്താ ഫിലിപ്പേ? സാർ ഒരു ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ് ഉണ്ട്. ഫിലിപ്പേ, അവനെ എനിക്കൊന്ന് കാണണം ഓലെ കേട്ടോ. വേണ്ട വേണ്ട, ഓഫീസിലേക്ക് കൊണ്ടുവരണ്ട. മീഡിയയുടെ ചെവിയിലെത്തിയ പിന്നെ അതാ വേണ്ടത്. ഒരു കാര്യം ചെയ്യും, ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോവാ. ശരി സാർ. പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ? गवर्नमेंट गेस्ट हाउस में बुलाया है भाई। पता चल सकता है सब। चांस थोड़ी सी कम है। मैं अभी भी शॉक्ड हुई किस तरीके से वो इन्वॉल्व नहीं हुए अभी तक। എന്താ നിന്റെ ഉദ്ദേശം? रिवेंज। പോലീസ് ആണെന്ന വ്യാജേന നീ പലയിടത്തും പോയി അന്വേഷണം നടത്തുന്നതായി ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതെന്തിനാന്നാ ചോദിച്ചത്. आप हमारे रिएक्शंस एंजॉय कर रहे हो, लेकिन कुछ लोग ऐसे हैं जिन्होंने चैनल को सब्सक्राइब नहीं किया हुआ है। मैं हर महीने एक लकी सब्सक्राइबर को 5000 रुपीज देने वाला हूँ, तो सब्सक्राइब नाउ एंड प्रेस द बेल नोटिफिकेशन। സാറിനറിയാലോ, പിന്നെ തന്നെ ചോദിക്കുന്നത്. ചോദിച്ചാൽ ഉത്തരം പറയടാ. വരുണ്ട ബോഡി ജോർജ് കുട്ടി അങ്ങോട്ടാ മാറ്റിയത്. ഓ, എന്നിട്ട് കണ്ടുപിടിച്ചോ? कुछ मिला? ഒരു വീട്ടിൽ കയറി മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യനെ അയാളുടെ മകളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് നിനക്കെതിരെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. हाँ, അവരാരാ? എന്തിനാ നീ അവരെ ഉപദ്രവിച്ചത്? कुछ रिवील नहीं कर रहे हैं। उनका पुलिस से भी तो विश्वास उठ गया है, സംസാരിച്ചത് क्योंकि किसी ने सपोर्ट नहीं किया। ഒരു പെൺകുട്ടിയല്ലേ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്? അതെ സാർ. BNS 74 ചാർജ് ചെയ്താൽ लो, ओ। गए वहाँ। പഠിക്കും. अब बोलेगा, कुछ बोलेगा। नहीं बोला कुछ बोला ही नहीं। कुछ दिखा। क्या? ओ, अभी बात कर रहे थे अंकल हम कि आप लोग इन्वॉल्व नहीं हो। आ गए अंकल। अंकल बस कर दो यार, अब क्या होगा? എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് സ്പെയർ ചെയ്യാമോ സാർ? उम्र निकल जाएगी इनकी। ഇതാരാ നോക്കി? ഇതൊക്കെ മനസ്സിലായില്ലേ? यार इसको क्या हो गया है? डिप्रेस्ड। IG തോമസ് ബാസ്റ്റിൻ. How are you doing, Gita? मुझे इनके लिए बुरा लग रहा है। बच्चा भी गया, खुद भी डिप्रेशन में इसी आ हालत गए। हो गई। ഗീത ഭക്ഷണം വല്ലതും കഴിച്ചോ? നിർബന്ധിച്ചപ്പോൾ കുറച്ച് കഴിച്ചു സർ. ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാം. मुझे अंकल के लिए बुरा लग रहा है। हाँ वही, जब गए थे तब ठीक थी थोड़ी। അന്ന് ഓന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇനി US-ൽ ചെന്ന് പുതിയൊരു തുടക്കം എന്ന് കരുതി ഞാൻ. പക്ഷെ എനിക്ക് തെറ്റി. അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, ഞാൻ അവളുടെ കൂടെ നിന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. പിന്നെ എന്നോടുള്ള സംസാരം കുറഞ്ഞു. बात करना बंद പുറത്തിറങ്ങാതെ അവള് തയ്യാറല്ലായിരുന്നു. कुछ चीज में सपोर्ट नहीं। സ്വന്തം മകന് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തതിലുള്ള കുറ്റബോധവും അവന്റെ കാര്യത്തിൽ സ്വന്തം അച്ഛനായി ഞാൻ പോലും കൂടെ നിന്നില്ല എന്ന ചിന്തയുമാണ് ഗീത ഈ അവസ്ഥയിലാക്കിയതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എനിക്കിനി ആരുമില്ല ബാസി. അവളോട് കൈവിട്ടു പോയ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നിട്ടും എനിക്ക് കിട്ടിയതെന്താ? അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കിനി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, जस्टिस എങ്ങനെയെങ്കിലും ഈ കേസ് തെളിയിക്കപ്പെടണം. सॉल्व करना ही है। अब ये एक्टिव हो गए। സംസ്ഥാനത്ത് പോലീസ് ഫോഴ്സിന് പറ്റാത്ത കാര്യമാണ്. പോലീസിനും ഡിസിപ്ലിനറി ആക്ഷൻ പുറത്തുപോയ പോലീസുകാരൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നു. എന്റെ ഭാര്യയും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നില്ലേ? ലുക്ക്, ഈ സഹദേവന് ആ ഫാമിലിയോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. ആ 2 കുട്ടികളുടെ മൊഴിയാണ് അയാളുടെ ജോലി പോകാനുള്ള പ്രധാന കാരണം. പിന്നെ ഓഫ് കോഴ്സ് ഹിസ് വയലന്റ് നേച്ചർ. He is not the kind of person you can trust, Mr. Prabha. He is a loose character, he is a loose cannon, he is a rogue. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അയാളെ തെരഞ്ഞെടുത്തത്. നിയമത്തിലും നിയമപാലകർക്കും പരിമിതികളുണ്ട്. उस पे कोई नियम ही नहीं लगता ना, तभी वो हद तक जाएगा। ഇത് വിട്ടുകളയാൻ നമ്മൾ തീരുമാനിച്ചതല്ലേ, പിന്നെ എന്തിനാ? I lost my son. I am losing my wife. എനിക്ക്
ഗീത എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ ജീവിക്കുമ്പോൾ അതിനെല്ലാം കാരണക്കാരായവർ ഒന്നും സംഭവിക്കാത്തതുപോലെ ഇങ്ങനെ നടക്കുന്നത് ഉൾക്കൊള്ളാനാവുന്നില്ല. ഞങ്ങളുടെ വേദന അവരറിയണം. അത് ഞാൻ അറിയാം. Oh my God, ये अभी तक पहले कैसे बोलता था कि नहीं उनको छोड़ दो, ये कर दो, ശിക്ഷിക്കപ്പെടണമെന്ന് अब गीता पे बात आ गई. ആഗ്രഹിക്കുന്നുണ്ടെന്ന് और अब तो ऐसा कह रहा है कि I want them to feel pain. എൻ്റെ കൂടെ നിന്നൂടെ? ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും ये अभी गलत वे से कर रहे ഗീതയുടെ हैं അടുത്ത चीजें. സുഹൃത്ത് എന്ന നിലയിലും ആ ആഗ്രഹം എനിക്കുമുണ്ട്. इसे भी പക്ഷേ करना है. സഹദേവനെ പോലുള്ള ഒരാളെ കൂട്ടുപിടിക്കാൻ അവിടെയാണ് എനിക്ക് ഡിസഗ്രിമെന്റ്. ബാസ്റ്റിൻ, I just don't trust him. ബാസ്റ്റിൻ, നിങ്ങളെക്കാൾ കൂടുതൽ സഹദേവനെ എനിക്കറിയാം. ഹീസ് മൈ റെസ്പോൺസിബിലിറ്റി. അവന് വേണ്ടത് പണമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിനപ്പുറം ऐसा तुम्हें लगता है? കുറച്ച് നാളായി उसके पर्सनल ഞങ്ങൾ ग्रजेस ജോർജ് हैं. കുട്ടിയുടെ പിന്നാലെ ഉണ്ട്. ആൻഡ് ഹി ഹാസ് മേഡ് സം ബ്രേക്ക് ത്രൂ. സാറ് അവന് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേൾക്കണം പ്ലീസ്. Ooh. अब प्रॉब्लमैटिक हो सकता है. मुझे तो ये बंदा ही नहीं अच्छा लगता यार. ये सबको रिवेंज चाहिए जॉर्ज कुट्टी से. बोलो. നിന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. Wow. बैठने के लिए किसने बोला? सुनो वो जो कह रहे हैं. ये इनको भी ना दुश्मन बना ले अपना. हाँ, कि काइंड ऑफ अथॉरिटी को चैलेंज तो करने की आदत है उसकी. സഹദേവൻ കണ്ടെത്തിയ കാര്യങ്ങൾ സാറിനോട് പറ. ജോർജ് കുട്ടിക്ക് അസ്ഥി കൂടെ എടുത്തു കൊടുത്താണ് ഞാൻ കണ്ടുപിടിച്ചത്. അവനത് കൺഫ്യൂസ് ചെയ്തു. ആരാ? ഒരു പത്രം പള്ളി സെമിത്തേരിയിൽ കുഴിവെട്ടിയ ആരുടെ അസ്ഥി കൂടാണ് എടുത്തു കൊടുത്തതെന്ന് അവൻ പറഞ്ഞു. പിന്നെ വരുണിൻ്റെ അസ്ഥികൾ ജോർജ് കുട്ടി എങ്ങോട്ടാണ് മാറ്റിയെന്നുള്ള ഏകദേശം രൂപ എനിക്ക് കിട്ടി. പക്ഷെ അതൊന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പ് സാറിനെ അവിടെ എത്തിച്ചില്ലേ. ओहो. സഹദേവൻ, നീ സാറിനോട് കാര്യം പറ. പൊന്തമ്പുഴ റിസർവ് ഫോറസ്റ്റിന്റെ ബൗണ്ടറിയിലുള്ള अंडर. ഈ പത്രയുടെ വീടിനടിയിലുണ്ട്. പക്ഷെ അത് പത്രയുടെ അറിവോടെയാണെന്ന് ഞാൻ കരുതുന്നില്ല. നിനക്കങ്ങനെ തോന്നാൻ കാരണം? അത് വാങ്ങിയിരിക്കുന്നത് ജോർജ് കുട്ടിയാണ്. ओ ये उसने बाय किया था 5 साल पहले. അതും ഈ പത്രയുടെ പേരില്. കൃത്യമായിട്ട് പറഞ്ഞ പത്രം ഒരു അസ്ഥി കൂടെ എടുത്ത് ജോർജ് കുട്ടിക്ക് കൊടുത്തതിന് ശേഷം അധികം താമസിയാതെ ജോർജ് കുട്ടി ആ സ്ഥലത്ത് ഒരു വീടിന്റെ തറ പണിതിട്ടു. പിന്നീട് വരുണിന്റെ അസ്ഥി കിട്ടിയപ്പോ അതവിടെ കൊണ്ട് കുഴിച്ചിട്ടു. जैसे वो करते हैं नए घर के नीचे. പത്രയുടെ ഇളയ മകള് നേഴ്സിംഗ് പഠിച്ചത് जैसे पुलिस स्टेशन के അവളുടെ नीचे ചെലവില്ല, ജോർജ് കുട്ടിയുടെ. അവൾക്ക് പിന്നെ വിദേശത്ത് ഒരു ജോലി ശരിയായി കഴിഞ്ഞപ്പോൾ അവളെ കൊണ്ട് ഒരു ഹൗസിംഗ് ലോൺ എടുപ്പിച്ചു, സോഴ്സ് കാണിക്കാൻ. അത് കഴിഞ്ഞ് വീടിന്റെ ബാക്കി പണി കൂടെ പൂർത്തിയാക്കിയിട്ട് ഇവരെ അങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചു. എല്ലാത്തിനും കാശ് ചെലവാക്കിയിരിക്കുന്നത് ജോർജ് കുട്ടിയാ. പക്ഷെ രേഖകളിലൊന്നും അവന്റെ പേരില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് സാറേ, ഇതിനെല്ലാത്തിനും തെളിവുണ്ടാക്കാൻ പറ്റും. वे. പ്രഭാകർ, ട്രസ്റ്റ് മീ ഹിയർ. ഈ പറഞ്ഞ പൊന്തമ്പുഴ റിസർവ് ഫോറസ്റ്റ് വരെ ഞങ്ങൾ എത്തി. हाँ. പക്ഷെ അതിനുശേഷം അതിന് പിന്നാലെ പോകാതിരിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണങ്ങളുണ്ട്. എന്ത് കാരണങ്ങൾ? ഈ ജോർജ് കുട്ടി പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. अरे. Now let me ask you a very commonsensical question. അങ്ങനെ ഒരാൾ കോട്ടയം ഫോറൻസിക് ഓഫീസിൽ നിന്ന് സ്കെലിറ്റനുമായി പോകുമ്പോൾ ആ ഫോൺ കൂടെ കൊണ്ടുപോകും. नहीं. അയാൾക്ക് ഉറപ്പായിട്ട് പറയാൻ പോലീസ് അത് ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന്. സാറ് പറഞ്ഞ ശരിയാ. പക്ഷെ പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ 20 സെന്റ് സ്ഥലം മേടിച്ച് അവിടെ ഒരു വീടിനെ തറ കെട്ടിയിടുവോ സാറേ ആരെങ്കിലും? എത്ര പേര് ഒരു കൊലപാതകത്തിന് ശേഷം ബോഡി പണിതിരാത്തൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കുഴിച്ചിട്ടുണ്ട്? നീ പറ. अब बोलो. അതുകൊണ്ട് അയാൾ അണ്ടർ എസ്റ്റിമേറ്റ് वो कोई नॉर्मल आदमी नहीं है. ജോർജ് കുട്ടി അതിബുദ്ധിമാനാണ്. हाँ. സത്യത്തിലാണോ? अरे वही ना वो. सब थोड़ी वो सवाल है. പണി നടക്കുന്നില്ലായിരുന്നെങ്കിൽ അയാൾ എന്ത് ചെയ്തേനെ? പിന്നെ പ്ലാനിങ്. വർഷങ്ങളോട് സമയം കിട്ടിയതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് എന്റെ മോന്റെ ബോഡി റിമെയിൻസ് അവിടുന്ന് മാറ്റാൻ സാധിച്ചത്. ഭാഗ്യം. भाग्यम नो. ഇത്രയും കാലം രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു ആനുകൂല്യം അയാൾക്ക് अच्छा अब ये फास्ट करना चाहते हैं. दूसरे टाइम मिल गया था उस നിങ്ങൾ टाइम. പറഞ്ഞതെല്ലാം ശരിയായി. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വരുണിന്റെ റിമൈൻസുമായി ജോർജ് കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും സാധ്യതയുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിന് കിട്ടുമെന്ന് പോലീസ് കരുതുന്നില്ല. സാറേ അതാ വീടിനടിയിലുണ്ട് സാറേ.
എനിക്ക് उറപ്പാ वरुण के रिमेन्स मिल भी जाते हैं तो वो फिर ये कनेक्ट तो करना बताऊंगा। पड़ेगा कि जॉर्ज कुटीन का से ही कुछ कनेक्शन है उसका। ओ ओ काम तो मुश्किल और है अभी यार जिस बहुत। अगर ये कह रहा है सहदेवन वो राइट है तो किसके घर के नीचे कैसे कैसे निकालोगे? जाएंगे? I'm not supposed to say this, हम्म but I think I should now. लीव ഞങ്ങളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഞങ്ങൾ കണ്ടെത്തിയതും ओ अब बोल നിങ്ങൾ അറിയാത്തതുമായ ഒരു കാര്യമുണ്ട്. क्या? क्या അത് ഞാൻ പറയാം. വരുണിന്റെ റിമൈൻസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയ ദിവസം ഈ ജോർജ് കുട്ടി നാട്ടിലെ ഒരു കടയിൽ നിന്ന് Acid. ആസിഡ് വാങ്ങി. ഒരു റബ്ബർ കർഷകൻ അങ്ങനെ വാങ്ങുന്നതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. 35 लीटर एसिड। ചിലരൊരു വർഷത്തേക്ക് ഒരുമിച്ച് വാങ്ങുകയും ചെയ്യാം. हाँ ഒരു മാസം ഏകദേശം 4-5 ലിറ്റർ ആസിഡാ വേണ്ടി വരും. हाँ तो 7 महीने का हो गया। ഈ 35 ലിറ്റർ ആസിഡ് വാങ്ങിച്ചതിന് ശേഷമുള്ള ഓരോ മാസവും ജോർജ് കുട്ടി 5 ലിറ്റർ ആസിഡ് 5 लीटर्स एवरी मंथ? क्यों? उसके बाद भी? അയാൾ 35 ലിറ്റർ വാങ്ങിയിട്ടുണ്ടാവുക. സാർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും എന്തെങ്കിലും റിമൈൻസ് കിട്ടാതിരിക്കും സാർ. अब कौन से रिमेन्स भाई इतने लीटर एसिड मारा है। ഉണ്ടാവും പറയാറില്ലേ? നമുക്ക് ഒരു സാധ്യതകളും തള്ളിക്കളയാൻ അല്ലെങ്കിൽ തന്നെ അവര് നിയമപരമായി ശിക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ബോഡി കിട്ടണമെന്നുണ്ടോ? ഇവിടെ സാഹചര്യ തെളിവുകളുടെ സഹായത്തിൽ എത്രയോ കേസുകൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു सर्कमस्टेंसेस ഇല്ലേ? बट वो सारे एविडेंस तो उनकी साइड है। അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ്. ഞങ്ങൾക്ക് സർവൈവ് ചെയ്യേണ്ടേ ബാസ്റ്റ്യൻ. ജോർജ് കുട്ടി തന്റെ മകളെ വിവാഹം കഴിപ്പിച്ച് എബ്രോഡിലേക്ക് അയക്കാനുള്ള പ്ലാനിലാണ്. ആ പെൺകുട്ടി ഈ രാജ്യം വിട്ടാൽ नो केस। ഞങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവും. उससे पहले ही करना അടുത്ത है ഞായറാഴ്ചയാണ് മനസ്സമ്മതം. അത് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ കല്യാണം. बहुत कम टाइम है। സോ നൗ ഹീസ് ബിസി ആൻഡ് ഡിസ്ട്രാക്റ്റഡ്. he is never distracted Bastion, I will take the responsibility of my actions. And if we win, you can enjoy the fruit ओह कैश। तेरे लालच। or not. मेरे को मुश्किल लग रहा है ये सब Say no Bastion। Oh he said yes। फ्रूट दिख रहा है फ्रूट उसको पर उसकी भी तो ये इच्छा थी ना पहले उसने बोला था ये मेरा पर्सनल वो है। हाँ मैं करूँ। One condition। എൻ്റെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ओह ताकि ये भी कुछ गलत ना चले जाए बिकॉज हाँ ये अच्छा है यार पैसन इज गुड बट अब गेम बहुत ज्यादा इंटेंस हो गई है। ससुराल पहुंच गए उसके नहीं वहाँ है कर। खोदने आ गए हैं अच्छा हाँ उसकी। इसमें शॉपिंग में बिजी है। ओह वाह। वाह पर इन लोगों में तो वाइट पहनते हैं ना आई गेस फिर फोन चला जाएगा। മെസ്സിനാടിന്റെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും ये एंगेजमेंट है क्या സമ്മതത്തോടും കൂടി मैरिज। मैरिज നിന്റെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം यस आई डू। വാഗ്ദാനം ചെയ്യുന്നു. അച്ഛാ ഇനി കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടതാ. കല്യാണം ഞങ്ങൾ പ്ലാൻ ചെയ്തോളാം. അതെ ये लोग दोनों टाइप की वेडिंग कर रहे हैं क्या? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അമ്മ ആ ജോർജ് കുട്ടി ഷോപ്പിംഗ് അല്ലേ എറണാകുളത്തുനിന്ന്? चल ये कैसे बुलाती है यार इनको തൊടുപുഴ നല്ല കടകളില്ലേ? പോരാ എറണാകുളം വേണം. ആ സ്വർണം കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന് എടുക്കണം. Ooh। ഞാൻ ജ്വല്ലേഴ്സ് തൊടുപുഴയിലുണ്ടല്ലോ. ചെറുക്കന്റെ വീട്ടുകാരും എറണാകുളത്ത് നിന്നാ എടുക്കുന്നത്. एर्नाकुलम बड़ा शहर है ना। തീരുമാനിച്ചിരിക്കുന്നത്. साथ में ആര് തീരുമാനിച്ചു? അച്ഛന്റെ മൂത്ത മോള്. ओ, ओ ओ उसने सोचा है तो हाँ यस हाँ उसके लिए कुछ भी। बेचारी की എത്ര डिमांडिंग വർഷമായി नहीं है ना സംബന്ധം നടന്നത്? 6 വർഷം മുമ്പായിരുന്നു. എന്തായിരുന്നു മരണകാരണം? കുടുംബവഴക്കിനിടയിലുണ്ടായ ഒരു അപകടത്തിൽ സംഭവിച്ചത്. നിങ്ങളുടെ ബ്ലഡ് സാമ്പിൾസ് ഒന്ന് വേണ്ടി വരും. DNA ടെസ്റ്റിനാണ്.
സ്പെഷ്യൽ പ്രസൻസ് കൊണ്ടുവരാൻ कुछ नहीं മാത്രം पता। മണ്ടനാണോ और वो अपने बेटी को ही देख रहे थे तब भी। അറിയില്ല, പക്ഷെ ഏത് ബുദ്ധിമാനും അബദ്ധങ്ങൾ സംഭവിക്കാം. वो तो है, यहाँ क्या है but यार? I don't think so he is prone to mistakes. कुछ तो है यहाँ पे। क्या यहाँ चाह है रहे क्या हैं? रिमेन्स? ये तो इनको ट्रैप तो सेट വേണ്ടത്. किया ये इनने। क्या है? हाँ ट्रैप ही है तो। കച്ചവടത്തിന്റെ എല്ലാം പുറകെ ജോർജ് കുട്ടിയാണെന്നുള്ളത് എന്റെ വിശ്വസനീയമായ മൊഴികളാണ്. पर पारो रिमेन्स कौन से रिमेन्स? सब तो खत्म हो गया, अस्थियां दे दी, कौन से रिमेन्स रह गए अब? രജിസ്ട്രേഷൻ उनके हिसाब से शायद अभी भी कुछ हो। വീടിന്റെ ആധാരം എഴുതിയ ആള്, അതുപോലെ വീടിന്റെ ആർക്കിടെക്ട്, വീട് പണിത കോൺട്രാക്ടർ, ഇതെല്ലാം നമ്മുടെ സാധ്യതകളാണ്. അതെ, കല്യാണം കഴിഞ്ഞാൽ ചെറുക്കനും പെണ്ണും ഇങ്ങോട്ടാ വരുന്നതെന്ന് അവരോട് പറഞ്ഞിട്ടില്ലേ? അമ്മ, ഞങ്ങളുടെ പ്ലാൻ അങ്ങനെയല്ല. तो കല്യാണം കഴിഞ്ഞ് അച്ഛൻ മേടിച്ചു കൊടുക്കുന്ന പുതിയ കാറിൽ ജസ്റ്റ് മാരിഡ് ബോർഡൊക്കെ വെച്ച് ഇവർ രണ്ടുപേരും മിസ്റ്റി മൗണ്ടൻ റിസോർട്ടിലേക്ക് പോകുന്നു. wow, അത് കഴിഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. അതൊന്നും പറ്റില്ല. why? കെട്ട് കഴിഞ്ഞാൽ പെണ്ണും ചെറുക്കനും ചെറുക്കന്റെയോ പെണ്ണിന്റെയോ വീട്ടിലേക്ക് കുരിശ് വരച്ച് കയറണം. അതാണ് രീതി. എന്ത് രീതി? ഇതൊക്കെ പഴയ തോട്ട്സാ. दीदी हर चीज आउटडेटेड एंड दीदी മിസ്റ്റി മൗണ്ടനോട് തൊട്ടടുത്താ. 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ओ उनका भी मन है तो अब हाँ है। ചടങ്ങ് നടത്തിയ പോരെ. ആ ഇപ്പൊ പലരും കല്യാണം കഴിഞ്ഞ് അബ്രോഡിലേക്കൊക്കെയാ പോകുന്നത്. അമ്മയല്ലേ പറയാറ് നാട് ഓടുമ്പോ നടുവേ ഓടണം. हाँ അതുകൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാമെന്നോ? അമ്മ ഞാൻ കല്യാണം വിട്ടുതരാൻ സമ്മതിച്ചല്ലേ, എന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നേ? ഫോൺ ടാപ്പിംഗ് നടക്കില്ല. വിട്ടുതരാനൊന്നും പറ്റില്ല. ആരും എന്നെ തയ്യാറാവില്ല. ശരിയാവില്ല. ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നമായ പണി പോകുന്ന മാത്രമല്ല ആള് അതിനകത്ത് പോകും. അച്ഛാ സീരിയസ് ഓഫ് फोन टैपिंग करवाना चाहते थे। അവര് തീരുമാനിക്കട്ടെ, നീ ഇതിൽ ഇടപെടണ്ട. ओ पहली बार इनको एंग्री देखा है मैंने। ഹലോ, अरे एंग्री नहीं थे वो, अपनी चीजों में उलझे हुए हैं। സാരമില്ല, കഴിക്കും. സാർ, അവരുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സഹദേവൻ തനിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഭയമില്ലായിരുന്നു. ഇതാ സാബു അവന്റെ കൂടെ ഉണ്ട്. और भी लोग हैं। അപ്പൊ പോലീസും ഇതിന്റെ പിറകിലുണ്ടെന്ന് അർപ്പിക്കാം. क्या दिमाग है। സാറിന് എന്ത് തോന്നുന്നു? സാധ്യതയുണ്ട്. സഹദേവനെ മുന്നിൽ നിർത്തി കളിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായാൽ അതിന്റെ അഡ്വാൻറ്റേജ് പോലീസ് എടുക്കും. പ്രശ്നമായാൽ സഹദേവനെ തലക്കി വെച്ചിട്ട് പോലീസ് यही प्लान है पुलिस का। ഞാൻ അന്വേഷിച്ചു. പോലീസിന് പുതിയ തെളിവൊന്നും കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചാലോ? एंटिसिपेटरी बेल। പോലീസ് കേസ് റീഓപ്പൺ ചെയ്യുന്നെങ്കിലല്ലേ അതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. അതൊന്നും എനിക്കറിയില്ല. അഞ്ജുവിന്റെ കല്യാണം അത് നടക്കണം. ജോർജ് കുട്ടിക്ക് അത്ര ടെൻഷൻ ആണെങ്കിൽ ഞാനൊരു ആന്റിസിപ്പേറ്ററി മൂവ് ചെയ്യാം. അപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൺഫേം ആവുമല്ലോ. ജോർജ് കുട്ടി പോയി കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. ബാക്കി ഞാനിവിടെ എല്ലാം നോക്കിക്കോളാം. कि लॉयर काफी अच्छी है। जॉर्ज कुटी की जो लॉयर है ना वो काफ़ी अच्छी है और उस वजह से कहीं ना कहीं ये हो रहा है कि भाई सिचुएशन थोड़ी काम रह रही है, पर उनका माइंड बहुत स्पाइरल हो रहा है बिकॉज पीछे पुलिस वाले जो है ना वो बहुत सारी चीज़ें कर रहे हैं और अब तो सहदेवन के साथ मिल चुके हैं तो काम और ज़्यादा ख़राब होने वाला है। और मुझे लग रहा है कि अब इनको है ना बेस्टिन का भी सपोर्ट समवेयर मिलने वाला है। और यार ये मुझे लग रहा है ये लोग कहीं ना स्ट्रॉन्ग होते जा रहे हैं बिकॉज है ना जॉर्ज कुटी बिल्कुल भी अवेयर नहीं हो रहा है कि ये सब क्या हो रहा है यहाँ पे। वही यार, और मुझे सबसे ज्यादा कंफ्यूज उस चीज ने किया कि जो उनके बैकयार्ड में जो वो खोद रहे थे जहाँ पे, अब वो उसमें किसी की बॉडी ऑलरेडी थी या फिर वो ऐसा क्यों बार बार उस चीज की क्लिप दिखाई जा रही है और ये सब एक्चुअली में चल क्या रहा है। इतनी सारी कंफ्यूजन मुझे सीन में हुई है ना यार। और इवन वो जो 35 लीटर एसिड का बोला था और प्लस 5 लीटर एवरी डे क्यों एवरी मंथ सॉरी वो क्यों लिया गया था, इतना क्यों लेके जा रहे थे, तो वो एक चीज़ है। तो आप लोग कैसे लगा सीन आप कमेंट सेक्शन में जरूर बताया करते हैं। लाइक करते जाए, कमेंट करते जाए, शेयर करते जाए और सब्सक्राइब करिए। बाय।